അങ്ങനെ ഞങ്ങൾ ഹൈ റേഞ്ചിൽ എത്തിയിരിക്കുവാണ് ഗൈസ്. എൻ്റെ വണ്ടി കിടന്ന് ഇതാ അവസ്ഥ. അങ്ങനെ കുറേ കറങ്ങി നടന്നിട്ട് ലാസ്റ്റ് മൂന്നാർ പാലസ് കിട്ടി. നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നതാണ് കേട്ടോ. പിന്നെ പിള്ളേരുടെ ബെഡിന് വരുമ്പോൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. എന്നാലും പിള്ളേരുടെ ആഗ്രഹത്തിന് പോളുള്ളത് തന്നെ കിട്ടി. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഗൈസ്. നല്ല അടിപൊളി റൂമാണ് കേട്ടോ. ഞങ്ങൾ 10th ഫ്ലോറാണ് എടുത്തത്. അവർ പറയും താഴത്തെ നിലയിൽ നല്ല വൈബൊന്നും കിട്ടില്ല, മുകളിലാണ് നല്ലതെന്ന്. ശരിക്കും നല്ല വൈബായിരുന്നു കേട്ടോ. ചേച്ചി ടാറ്റ ഇടും. ഒരാൾക്ക് ഇപ്പോഴേ സ്വിമ്മിംഗ് പൂളിൽ ചാടാനുള്ള തയ്യാറെടുപ്പില്ല, ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ പൂളിൻ്റെ അവിടെ എത്തി ഗേസ്. നോക്കിയപ്പോൾ സമയം കഴിഞ്ഞു. 7 AM to 7 PM വരെ ഉള്ളൂ. പിന്നെ രാവിലെ ചാടാമെന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുക. എന്താവോ എന്തോ. ആങ്ങളെയും പെങ്ങളും തമ്മിൽ പൊരിഞ്ഞടി. പിന്നെ ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് പിള്ളേർ വളർന്നു കഴിയുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ ഓർത്തപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പം പിന്നീട് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം, എല്ലാവർക്കും ഒരു സന്തോഷം. അങ്ങനെ യൂട്യൂബ് തുടങ്ങിയത്. ഇതൊക്കെ വീഡിയോ എടുത്തിടുമ്പോഴേ എങ്ങനെയാ പഠിച്ചേ? അങ്ങനെ പഠിച്ചോ? വൈകിട്ട് നമുക്ക് പോവാം. ഞങ്ങൾ അവിടെ എല്ലാം നിരങ്ങി നടന്നതിന് ശേഷം ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗേസ്. ഞങ്ങൾ പുറത്ത് പോയാണ് ഫുഡ് കഴിക്കുന്നത്. അകത്ത് നല്ല റേറ്റാണ്. ഞങ്ങളങ്ങനെ ആലിബാബ റെസ്റ്റോറൻറ്റിലെത്തി. നോർത്ത് ഇന്ത്യൻസ് ആണ് ഗേസ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ മലയാളീസ് ആയിട്ട്. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങി തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. റൂമിൽ പോയി കിടന്ന് ഒറ്റ ഉറക്കം. പിന്നെ ഞങ്ങൾ എക്സ്ട്രാ ബെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കൊണ്ടുവന്നു കേട്ടോ. ഞങ്ങൾ നേരത്തെയൊക്കെ കിടന്നതിലും നല്ല വലിപ്പമുള്ള ബെഡാണ് ഇവിടുത്തെ. അവന് സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു. നല്ല കിളികളുടെ സൗണ്ടും നല്ല വൈബാണ് കേട്ടോ. മനസ്സിന് തന്നെ റിലാക്സേഷൻ കിട്ടുന്നു. കിടന്നുറങ്ങുന്നത് കണ്ടോ ഗൈസ്? ആദ്യമായിട്ടാണ് ഇങ്ങനെ ചേർന്ന് കിടന്ന് ചേട്ടനും അനിയനും വഴക്കുണ്ടാക്കാതെ ചേർന്ന് കിടന്ന് ഉറങ്ങുന്നതാണ് കെട്ടിപ്പിടിച്ച്. സുഖമായിട്ട് കിടന്നുറങ്ങി. എൻ്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് ഇതാ കാപ്പി വെക്കാൻ പോവുകയാണ് ഗൈസ്. ഇവിടെ ഒരാൾക്ക് പൂളിൽ ചാടാൻ വേണ്ടി ചോദിക്കും. ഞങ്ങളുടെ അമ്മുക്കുട്ടി എണ്ണീറ്റ് ഗൈസ്. അങ്ങനെ കാപ്പി റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ ഞങ്ങളുടെ അമ്മുക്കുട്ടിയും സച്ചുക്കുട്ടനും. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഗൈസ്.
അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് കണ്ടു, അങ്ങോട്ടേക്ക് പോവാണ്. മഴ തൂടുന്നുണ്ട് കേട്ടോ. അയ്യോ, അടിപൊളി. അയ്യോ, രസമുണ്ടല്ലേ. ഇവിടെ നമ്മൾ കണ്ടില്ലായിരുന്നു. ഞങ്ങൾ പ്ലേ ഏരിയയിലോട്ട് വന്ന ഗൈസ്. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഇവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ സിയാദിന് പെട്ടെന്ന് പോകണമായിരുന്നു, ഇനാഗുറേഷന് സമയമായി. പെട്ടെന്ന് റെഡിയായി പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. റൂം വെക്കേറ്റ് ചെയ്തു. ഇനി നമ്മള് മാമലക്കണ്ടം വഴി പോവാണ്. ഞങ്ങൾ അടിമാലിക്ക് വിട്ടടിച്ചു പോവുകയാണ് ഗൈസ്. അതെ സുഹൃത്തുക്കളെ, മറ്റേ ചിത്രരഞ്ജന്റെ പോലെ സുഹൃത്തുക്കളെ. പണി കിട്ടി ഗൈസ്. മൊത്തം ബ്ലോക്കാ, പെട്ടുപോയല്ലോ. അങ്ങനെ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് ബ്ലോക്കിലോട്ട് പോവാ. ഒരു ബ്ലോക്ക് കഴിഞ്ഞ് അടുത്ത ബ്ലോക്കിലോട്ട്. അങ്ങനെ ഞങ്ങൾ പൂക്കട തപ്പി ഇവിടെ എത്തിയിരിക്കുകയാണ്. ബൊക്ക മേടിക്കാൻ കയറിയിരിക്കുകയാണ് സിയാദ്. ടെൻഷൻ അടിച്ച് വിട്ടടിച്ച് വരുമായിരുന്നു. പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് ഹൈ റേഞ്ച് ഉള്ളത്. അങ്ങനെ ബൊക്ക കിട്ടി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഹൈ റേഞ്ചിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അയ്യോ, വിട്ടടിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ച് വരുമായിരുന്നു. സിയാദിന്റെ ടെൻഷൻ കണ്ടപ്പോൾ എനിക്കും ആകെപ്പാടെ ടെൻഷനായിപ്പോയി. അപ്പം പിന്നെ വിളിച്ചോണ്ടിരിക്കുക, എവിടെ എത്തി എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ അങ്ങനെ ബ്ലോക്കിലും പെട്ടുപോയി. ആകെപ്പാടെ ടെൻഷൻ. ഇക്കാളുടെ ടെൻഷൻ കണ്ടപ്പോൾ എനിക്കും അങ്ങ് ടെൻഷനായി. ഇനാഗുറേഷൻ എല്ലാം കഴിഞ്ഞതാണ്ട് എത്തിയിരിക്കുന്നു. ബിസ്ക്കറ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളെ അങ്ങോട്ട് കയറ്റിയില്ല. നമ്മളിനി അടിമാലി ടു മാമലക്കണ്ടം വഴിയാണ് പോകുന്നത്. എപ്പോഴും അതില് ഗ്യാപ്പ് റോഡ് വഴിയാ പോകുന്നത്. അപ്പം മാറ്റി പിടിച്ചു. ഇന്ന് മഴ ദിവസമാണ് ഗൈസ്. മൊത്തം നല്ല മഴയാണ്. ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കിയതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് മൈക്ക് ഓണാക്കാൻ മറന്നുപോയി. കുറച്ച് സ്നേഹിക്കും, പിന്നെ അടി ഉണ്ടാവും, പിന്നെ സ്നേഹിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ്. വഴക്കാളിയാണ് ഗൈസ്. ഞാൻ വെറും പാവത്താൻ. അതെ, പാവത്താനാണ് ഈ ഇരിക്കുന്നത്. അതിലും പാവത്താനാണ് എപ്പോഴും സ്നേഹിച്ചിരിക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ പിണങ്ങണ്ടേ? പിണങ്ങി കഴിയുമ്പോഴുള്ള സ്നേഹത്തിനല്ലേ മാറ്റം കൂടുന്നത്, അല്ലേ? ഉണ്ടയല്ല, അരിയുണ്ട. എപ്പോ നോക്കിയാലും കമ്പനി ട്രിപ്പ്, അതെ, കമ്പനി മീറ്റിംഗ്. ഞങ്ങൾക്ക് ഒരു എൻജോയ്മെന്റ് വേണ്ടേ? അത് ഇങ്ങനെയൊക്കെ അല്ലേ വരാൻ പറ്റത്തുള്ളൂ. അതെ. എപ്പോഴും ഉണ്ട് കമ്പനി ട്രിപ്പ്. ഇനിയിപ്പോ അടുത്തത് പോവാണ് തിങ്കളാഴ്ച, ഗൂഡല്ലൂര്. എവിടാ പോകുന്നത്? ഗൂഡല്ലൂര് കമ്പനി പ്ലാന്റില്. ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അവസാനം ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി ഗൈസ്. തിരിച്ച് ഞങ്ങൾ വീണ്ടും പോവാണ്. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, മാമലക്കണ്ടം കണ്ടിട്ട് പോവാന്ന്. പോയില്ലെങ്കിൽ അങ്ങനെയാ. ഇനി ഇവിടുന്ന് 3 കിലോമീറ്റർ തിരിച്ചു പോയിട്ട് ലെഫ്റ്റ് പോണം. അങ്ങനെ 1 കിലോമീറ്ററും കൂടെ പോയിട്ട് ലെഫ്റ്റ് കയറി പോവാൻ പറഞ്ഞു. ഇവിടെ ചോദിച്ചപ്പോ അത് മടുത്ത് വണ്ടി ഓടിച്ച്. ഡ്രൈവിംഗ് അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഓടിച്ചേനെ. അതെ,
എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഇനി ഈ കുഞ്ഞിനെ സ്കൂളിൽ വിട്ടിട്ട് വേണം പഠിക്കാൻ പോകാൻ. ഞങ്ങൾ വിടത്തില്ല. ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കും. ഞാൻ റോഡിൽ കൂടെ വണ്ടി ഓടിക്കും. ഈ റോഡിൽ കൂടെ ഓടിക്കും. പഠിച്ചു കഴിഞ്ഞാ പിന്നെ എന്താ, എവിടെയെങ്കിലും കൊണ്ടുപോയി എനിക്ക് ധൈര്യം ഇല്ലാന്നാ പറയുന്നത് ഗൈസ്. ധൈര്യമില്ല, പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ധൈര്യമില്ല. ധൈര്യമുണ്ട്. ഇല്ല, എനിക്ക് വണ്ടി ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇൻഷാ അല്ലാഹ് ഞാൻ പഠിച്ചിരിക്കും. ധൈര്യമുണ്ട്. പഠിച്ചല്ലേ അങ്ങനെ ധൈര്യം വരുന്നത്. ഇൻഷാ അല്ലാഹ് കണ്ടോണേ, ഇവിടെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചിരിക്കും. എന്നിട്ട് സിയാദിന് ഇപ്പുറത്തിരിക്കാം, ഞാൻ ഓടിക്കും. അതെ അതെ, കാല് നീട്ടി വെച്ച് കിടന്ന് ഉറങ്ങാം. അങ്ങനെയൊന്നും ഞാൻ ചാടിക്കത്തൊന്നുമില്ല. നിങ്ങൾക്കൊരു സഹായം ആവുമല്ലോ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോവാമല്ലോ. വണ്ടി എടുക്കുക, പോവുക അല്ലേ പിള്ളേരെ? ഞാൻ പറഞ്ഞിട്ടാ മാമലക്കണ്ടം പോകുന്നത്. മനസ്സിൽ തെറിയായിരിക്കും പറയുന്നത്. തെറി. അതെ, അതെ. ഏതായാലും ഇവിടം വരെ എന്നും ഗ്യാപ്പ് റോഡ് വഴിയാ പോകുന്നത്. മാമലക്കണ്ടവും കൂടെ കണ്ടിരിക്കാന്ന് ഓർത്തു. കാണാൻ വല്ല ഉണ്ടോ അങ്ങോട്ട് പോയാ? ടൂറിസ്റ്റ് ഏരിയ അല്ലേ? ആണോ? എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? എത്ര കിലോമീറ്റർ ഉണ്ട്? 9 കിലോമീറ്റർ. 9 കിലോമീറ്റർ അല്ലേ? നല്ല റോഡാ? അങ്ങനെ ഞങ്ങള് മാമലക്കണ്ടം റോഡ് കയറി. കുഴപ്പമില്ല, നല്ല റോഡാന്നൊക്കെയാ പറഞ്ഞത്. പിന്നെ അവരെ ഞാൻ വീഡിയോ എടുക്കാഞ്ഞതാണ്. അങ്ങനെ നാഷണൽ ഹൈവേ അല്ല. അതെ, ഫുള്ള് കാടാണ്, ഫോറസ്റ്റ് ആണ്. അതെ, കാട് നിറയെ ഫോറസ്റ്റ് ആണ്. ഞങ്ങള് കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അമ്മാ, കാടാണ്. അതെ അതെ അതെ, സിംഹത്തിന്റെയും ഗർജനം കേൾക്കുന്നു. കാട്ടിന്ന് അതെ അതെ, കാട്ടുതേനുണ്ടെങ്കിൽ ഈ കാട്ടിനകത്ത് എവിടുന്ന് കഴിക്കാനാ? കളകള കാഹളം മുഴക്കി ഒഴുകുന്ന കാട്ടരുവികളും കാട് മുഴുകുന്ന ശബ്ദത്തിൽ മഴ മുഴക്കി വേഴാമ്പലുകളുടെ ശബ്ദങ്ങളും കിളികളുടെയും ചെറുപ്രാണികളുടെയും സംഗീതവും എല്ലാം ആസ്വദിച്ച് മാമലക്കണ്ടം രാജവീതിയിലൂടെ വനപാതയിലൂടെ കുട്ടമ്പുഴ വഴി അതിമനോഹരമായ യാത്ര. ചെറുതായിട്ട് വണ്ടി ഒന്ന് തട്ടി. കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടേ ഉള്ളൂ, ഒന്ന് സ്ക്രാച്ചായി. നമുക്കത് റബ്ബ് ചെയ്യുമ്പം ആ ഇതൊക്കെ മാറും. പിന്നെ നമുക്ക് കുറച്ച് കറുത്ത കളറുണ്ടാവും, അതൊക്കെ പിന്നെ പെയിന്റ് ചെയ്യാം കേട്ടോ. സച്ചു കിടന്നതിനെ വഴക്കായിരുന്നു. ഞാൻ ഒറ്റ ഈ വഴി കൂടെ വന്നത്. എന്തോ വരാനിരുന്നു, ഇങ്ങനെ അങ്ങ് പോയി, അത്രേ ഉള്ളൂ. അങ്ങനെ മാമലക്കണ്ടം സ്കൂള് കണ്ടില്ല എന്ന് വേണ്ട. അങ്ങനെ ഞങ്ങൾ സ്കൂള് കണ്ടിട്ട് ഞങ്ങൾ വണ്ടി തിരിച്ചു ഗൈസ്. ഇവിടെ എന്തോ ഇത്, ഇതിലും നല്ലത് ഞങ്ങളുടെ വാഗമണ്ണ് തന്നെയാണ്. ഒന്നുമില്ല. പിന്നെ ജീപ്പ് ട്രക്കിങ്ങിന് പോയാൽ കാണാനുണ്ടെന്ന് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. പിന്നെ നമുക്കതിനുള്ള സമയമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് വേറൊരു ദിവസം വന്ന് ചെയ്യാം. ഇവിടെ ഒന്നുമില്ല കാണാൻ, കുറച്ച് മരങ്ങളും ചെറിയൊരു വഴി, അത്രേ ഉള്ളൂ. ഞാൻ ഇതില വന്നിട്ടില്ലല്ലോ, അപ്പൊ ഞാനോർത്ത് കാണാൻ വന്ന് കാറും തട്ടി വല്ലാത്തൊരു ടെൻഷനായി പോയി. അത്രയും കൊണ്ട് നിന്നല്ല, അത് കുഴപ്പമില്ല. അത് ഞാൻ റബ്ബ് ചെയ്യുമ്പോ തന്നെ പകുതി മാറും. ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊന്നും കഴിച്ചില്ല ഗൈസ്. ഞങ്ങളെ വട്ടം ചുറ്റിച്ചു. ഡയറ്റാണ് ഗൈസ്. അവളുടെ വയറ് ചാടി എന്ന് പറഞ്ഞാൽ അവളുടെ ഡയറ്റാണ് ഗൈസ്. ഞങ്ങൾ തടി വെച്ച് ഇനി ഡയറ്റിലേക്ക് ഞാൻ തിങ്കളാഴ്ച മുതൽ ഡയറ്റ് ചെയ്യാൻ പോകും. തിങ്കളാഴ്ച മുതൽ ഞാനില്ല ഗൈസ്. അപ്പം അൽഫാം മന്തിയും മറ്റേ ചക്കയും മാങ്ങയും പൊറോട്ടയും മേടിച്ച് കഴിക്കും. ഇല്ല തിങ്കളാഴ്ച മുതൽ കറക്റ്റ് ഡയറ്റ് ആണ്. ഇടയ്ക്ക് ഡയറ്റ് എടുത്ത് വെയിറ്റ് എല്ലാം കുറച്ചായിരുന്നു, പക്ഷെ പറ്റിയില്ല, അതങ്ങ് കൈവിട്ട് പോയി. പിന്നെ തലകറക്കമൊക്കെ ആയിട്ട് അങ്ങ് കൈവിട്ട് പോയി. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യണം.
അടുത്ത ഡിസംബർ വെക്കേഷന് മുമ്പ് ഞാൻ വെയിറ്റ് കുറച്ചിരിക്കും. നോക്കിക്കോ. ആവശ്യമില്ലാത്ത പണി കാണിച്ച് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അതിനൊന്നും ആവശ്യമില്ല. ചുമ്മാ ഞാൻ വെയിറ്റ് കുറച്ചിരിക്കും. പോയി ഞങ്ങള് പേട്ട എത്താറായി. ഇരിപ്പുണ്ട്. ഒരു ഇത് മേടിച്ചോണ്ട് പോവാം, കറിയും മേടിച്ചോണ്ട് പോവാം. അതെ, അല്ലേലും അങ്ങനെ നടക്കത്തുള്ളൂ. ഞാൻ പോയി വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കേണ്ടി വരും. പറഞ്ഞു വീടെത്താറായി. അതെന്നാ പരിപാടിയാ ചെയ്യാ നിങ്ങൾ? ഹായ് ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ തൊടുപുഴ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ഞാനൊരു സജഷൻ പറഞ്ഞു, മെഹഫിലിൽ പോയിട്ട് നമുക്ക് നല്ല എല്ലുകറിയും പത്തിരിയും നെയ്ച്ചോറും ഒക്കെ കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങള് അവള് വേട്ടക്കാരിയാ. അവള് വേട്ട സന്തോഷം കണ്ടോ. അതെ, ഞങ്ങള് ഇരാറ്റൂട്ടിൽ ഇപ്പൊ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മടുത്ത് കുത്തി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം വീട്ടിലെത്തി ഗൈസ്. ലോങ് വീഡിയോ ആണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോയിൽ ഇനി കാണാം. ബൈ. അമ്മുക്കുട്ടി പറഞ്ഞേ, പറ ബൈ. ഗുഡ് നൈറ്റ്.